അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ മുന്നേ ചെയ്ത വീഡിയോന്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൃഷ്ടാവുമായി ബന്ധപ്പെട്ട തെളിവുകൾ, അഥവാ ഈ മൂന്ന് ഗ്രന്ഥത്തിലും സാമ്യത ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് നമ്മൾ മുന്നേ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. കാരണം സൃഷ്ടാവിന്റെ ബ്രഹ്മം, അല്ലെങ്കിൽ ആ ബ്രഹ്മം അന്ധകാരത്തിന് മുകളിൽ അല്ലെങ്കിൽ ഏറ്റവും മുകളിലും ഉണ്ട്, എന്നാ നമ്മളെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട് എന്ന് ഭഗവത്ഗീത ആവട്ടെ, ഇനി ഖുർആൻ ആവട്ടെ, ബൈബിൾ ആണെങ്കിൽ ദൈവത്തിന്റെ മന്ത്രം നമ്മളെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഖുർആന് നമ്മളെ ഹൃദയം അള്ളാഹു സമയം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വചനങ്ങൾ നമ്മൾ മുന്നേ പറഞ്ഞു നിർത്തി. നമ്മുടെ ഹൃദയം സൃഷ്ടാവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ മൂന്ന് മതവും സെയിം ആയിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മുന്നേ നമ്മുടെ എപ്പോഴും നമ്മൾ കേട്ടിരിക്കുന്ന ഒരു വചനമാണ് എന്ത്, എല്ലാ ഗ്രന്ഥങ്ങളും സൃഷ്ടാവുമായിട്ടുള്ള തെളിവുകൾ വന്ന് കിട്ടിയിട്ട് തന്നെയാണ് മനുഷ്യന്മാർ ഭിന്നിച്ചു പോയത് എന്നുള്ളത്. അപ്പൊ ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. ഇനി നമുക്ക് യഥാർത്ഥ കുറച്ച് കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കാം. സൂറ അൽ അനമില് 66-67 പറയുന്നത്, നബിയെ, നിന്റെ ജനത ഇത് സത്യമായിരിക്കെ ഇതിനെ നിഷേധിച്ചു കളഞ്ഞിരിക്കുന്നു. പറയുക, ഞാൻ നിങ്ങളുടെ മേൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനൊന്നുമല്ല. ഓരോ വൃത്താന്തത്തിലും അത് സത്യമായി പുലരുന്ന ഒരു സന്ദർഭമുണ്ട്. വഴിയെ നിങ്ങൾക്ക് അത് അറിഞ്ഞുകൊള്ളുന്നു. വഴിയെ നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിഞ്ഞുകൊള്ളും. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇതും. ഇനി സൂറ അൽ അനമിൽ 12 പറയുന്നുണ്ട്, അവൻ കാരുണ്യത്തെ സ്വന്തം പേരിൽ ബാധ്യതയായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പൊ ഇവിടെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൃഷ്ടാവിന്റെ കൈകളെ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കൈകളിൽ സൃഷ്ടാവിന്റെ നാമം വന്നത് എന്ന്. ഇപ്പൊ മുന്നേ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ബൈബിളിലാവട്ടെ കള്ളസത്യം ചെയ്യരുത് എന്നും, ഖുറാനിലാവട്ടെ കള്ളസത്യം ചെയ്യരുത്, അള്ളാഹുവിന്റെ കൈ നിങ്ങളെ കൈക്ക് മേലുണ്ട് എന്ന് ഖുറാന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ നമ്മുടെ കൈകളിൽ ആ നാമം വന്നതുകൊണ്ട്, അഥവാ നമ്മൾ സൃഷ്ടാവിനെ ആശ്രയിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് സൃഷ്ടാവിന്റെ നാമം നമ്മളെ കൈകളിൽ വന്നത്. അതാണ് ഇവിടെ പറയുന്നത്, അവൻ കാരുണ്യത്തെ സ്വന്തം പേരിൽ ബാധ്യതയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ കൈകളിൽ ആ നാമം രേഖപ്പെടുത്തിയിട്ടുണ്ട് അവന്റെ. അതിലൊരു കാരുണ്യുണ്ട്. അൽ അനമ് 105 പറയുന്നത്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവനോട് പങ്കു ചേർക്കുമായിരുന്നില്ല. നിന്നെ നാം അവരുടെ മേൽ കാവൽക്കാരനാക്കിയിട്ടുമില്ല. നീ അവരുടെ മേൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനുമല്ല. ഇവിടെ നമ്മൾ മുന്നേ പറഞ്ഞു, നിങ്ങളുടെ മേൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനൊന്നുമല്ലാന്ന്. അപ്പോൾ സൃഷ്ടാവ് നമുക്ക് തരുന്ന കാരുണ്യാണ്. അപ്പൊ അത് സൃഷ്ടാവിനോട് ഒരാളും ഏൽപ്പിക്കപ്പെടുന്നില്ല. നീ അത് നൽകണം, കൊടുക്കണം എന്നൊന്നും ആരും പറയുന്നില്ല. അത് സൃഷ്ടാവ് നമുക്ക് ഒരു ഓഫറായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു കാരുണ്യമായിട്ടാണ് തരുന്നത്. അപ്പൊ അതാണ് അവിടെ പറയുന്നത്, സൃഷ്ടാവ് നിങ്ങളുടെ മേൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനൊന്നല്ലാന്ന്. എന്നാൽ അവിടെ സ്വന്തം പേരിൽ ബാധ്യതയായിട്ട് നിങ്ങൾക്ക് അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് കാരുണ്യം. ഇനി ഒരു ഹദീസില് മുസ്ലിമില് മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നാഥാ, സ്വർഗവാസികളിൽ ആരാണ് ഉന്നതന്മാരെന്ന്. അവൻ പറഞ്ഞു, എൻ്റെ കൈകൊണ്ട് ഞാൻ തന്നെ പ്രതാപം നട്ടു വളർത്തുകയും അതിനെ മുദ്ര ചെയ്യുകയും ചെയ്തിട്ടുള്ളവരാണ്. കണ്ണുകൾക്ക് കാണാനോ കാതുകൾക്ക് കേൾക്കാനോ മനുഷ്യ ഹൃദയങ്ങൾക്ക് ഊഹിക്കാനോ കഴിയാത്തത് നാം അവർക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ കൈകൊണ്ട് ഞാൻ തന്നെ പ്രതാപം നട്ടു വളർത്തുകയും അതിനെ മുദ്ര ചെയ്യുകയും ചെയ്തവർ. അപ്പൊ അതന്നെ നമ്മുടെ കൈകളിലുള്ള അള്ളാഹ് എന്നുള്ള നാമം. സൂറ അൽ അനമിൽ 54 പറയുന്നുണ്ട്, നമ്മുടെ ദൃഷ്ടാന്തത്തിൽ വിശ്വസിക്കുന്നവർ നിന്റെ അടുത്ത് വന്നാൽ നീ പറയുക, നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ രക്ഷിതാവ് കാരുണ്യത്തെ തൻ്റെ മേൽ ബാധ്യതയായി നിശ്ചയിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞു, കാരുണ്യത്തെ തൻ്റെ മേൽ ബാധ്യതയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. അള്ളാഹുവിന് ഒരു ബാധ്യത പോലെ നമുക്കത് നൽകുന്നത്. പക്ഷെ അത് ആരും ഏൽപ്പിക്കപ്പെട്ടവനല്ല, അള്ളാഹു ഞമ്മക്കായിട്ട് തരുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സലാം വ്യാപിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതൊക്കെ തന്നെയാണ്. അപ്പൊ അസ്സലാമു അലൈക്കും.